ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം. എനിക്കൊരു പെങ്കൊച്ചു വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ ത്രയാന്നൊക്കെ പേരൊക്കെ കണ്ടുപിടിച്ച് സെറ്റ് ആയിരുന്ന ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ നീ നോക്കിയപ്പോ ആ കൊച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അവൻ കുഞ്ഞ അവനതില്ല. ടേബിൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവൻ തൈര് ഇങ്ങനെ അടിച്ചിട്ട് അവിടെ ആ ടേബിൾ മുഴുവനാക്കി ഇങ്ങനെ കാണിക്കുമ്പോ ഇവളിങ്ങനെ ക്ഷമ പഠിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു സംഭവമാണ് ക്ഷമ. ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് കുഞ്ഞിനെ കൊണ്ട് അതും ഇത്രയും ചെറിയ ആളെയും കൊണ്ട് ഒരു ഫോറിൻ ട്രിപ്പ് പോയത്. ഞങ്ങളിങ്ങനെ പസിഫയർ ഫോമുല എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഫുള്ള് ബാഗ് നിറച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ആ ട്രിപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബ്ലാസ്റ്റ് ആവും. ഞാൻ എന്ത് പറഞ്ഞാലും ദേഷ്യം ഫീൽ ചെയ്യുന്ന ടൈമില് നിപ്പിളിന്റെ അവിടെ ക്രാക്ക് ഒക്കെ വന്നിട്ട് അങ്ങനത്തെ കുറെ പ്രശ്നം, പെയിന്, ഇതെല്ലാം ഇവള് സഹിക്കുന്ന കൊച്ചിന് വേണ്ടിയിട്ടാണ്. ഞാനും അതിനൊരു കാരണമാണ്. ഒതുങ്ങി പോവുക, വലിയ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല. എനിക്കും പണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമന്റ് ഇട്ടേക്കാം. ഇങ്ങനത്തെ തോട്ട് ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് അതിപ്പോ ഇല്ല. എനിക്ക് പഠിപ്പിച്ചു തന്നു എങ്ങനെ ഒരു ഉത്തമ മനുഷ്യനാവാം. പിന്നെ മറ്റേ അപ്പുറത്തെ വീട്ടിലെ അമ്മായി പറഞ്ഞ പോലെ അടുത്തത് അമ്മായി പറഞ്ഞല്ലോ ഉടനെ രണ്ടാമത്തെ ഇല്ല. അടുത്തൊരു പരിപാടി ഇല്ല, ഞാൻ തീരുമാനിച്ചു. ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യമാണ്. കാരണം കുറേ നമ്മുടെ കുറേ മൈൻഡ് സെറ്റുകളുണ്ടല്ലോ, ഒരു ടിപ്പിക്കൽ മൈൻഡ് സെറ്റുകൾ. അതായത് ഭർത്താവ് ജോലി ചെയ്യണം, ഭർത്താവിൻ്റെ വരുമാനമായിരിക്കണം വീട്ടിലെ മെയിൻ വരുമാനം എന്നൊക്കെയുള്ള എവിടെയൊക്കെയോ എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മയുടെ ഒരു വീഡിയോ ഉണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലെങ്കിൽ ഞാൻ നോക്കും എന്ന് പറയുന്നത് ഭയങ്കര ബോൾഡായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ ബോൾഡായിട്ട് പറയാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ട്. ചിലപ്പോൾ അവർ ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ ചില പുരുഷന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആണുങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ആ പറഞ്ഞ ഇത് ക്ലിപ്പായിട്ടൊക്കെ ഷോർട്സിൽ എവിടെയൊക്കെ ഇട്ടപ്പോ അതില് ആണുങ്ങളുടെ കമന്റ് ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. നമ്മളത് എത്ര മാത്രം നമ്മളത് പറഞ്ഞാലും ചില ആളുകൾക്ക് ഇപ്പോഴും സ്ത്രീകള് വീട്ടിൽ നിൽക്കുക, പുരുഷന്മാര് സമ്പാദിച്ച് കൊണ്ടുവരാ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളുകളുണ്ട്. പണ്ട് നമ്മള് ഈ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നതിന് മുമ്പ് പ്രാചീന കാലത്തുള്ള കാര്യമാണ്. അതായത് ഈ ആണുങ്ങൾ വേട്ടയാടാൻ പോവുക, പെണ്ണുങ്ങൾ അത് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യുക. അതിപ്പോഴും കീപ്പ് ചെയ്യുന്ന മണ്ടന്മാരുണ്ട്. ആ ഒരു സിസ്റ്റമാണ് അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും പെൺകുട്ടികൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കമന്റ് ഇടുന്നതുകൊണ്ടല്ലോ, അവൻ എപ്പോഴും കമന്റ് ഇടുന്നത് ഇവന് അടുക്കളപ്പണിയാണോ, അവന് വീടൊന്നും ഇല്ലേ, അടുക്കളപ്പണി ചെയ്താൽ എന്താ, അത് ഇന്നൊരാൾക്കാണെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇപ്പൊ അവള് ചെയ്യുന്നു, ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ റൊട്ടീൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ രാവിലെ എണീറ്റിട്ട് മേ ബി എഗ് ഒക്കെ ബോയിൽ ചെയ്യുന്നത് ചിലപ്പോൾ അവളായിരിക്കും. അതിനുശേഷം ക്ലീനിങ് സംഭവം അവളായിരിക്കും ചെയ്യുന്നത്. ഞാൻ മെയിൻലി കുക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്. എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കുക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്. കുക്കിംഗ് ഫുള്ള് ഞാനാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ പാത്രം കഴുകി വെക്കാറുണ്ട്. ഇതിലൊന്നും എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. കാര്യം അത് എന്റെ വീടാണ്. ഇവന്റെ കാര്യങ്ങൾ മിക്കതും ചെയ്യുന്നത് ഞാൻ. ഇവനെ കുളിപ്പിക്കുന്നത്, ഇവന്റെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനായിരിക്കും. ഇവന്റെ തുണി അലക്കുന്നത് എന്റെ മെയിൻ പരിപാടി ചിലപ്പോൾ അവനെ എന്റർടൈൻ ചെയ്യുക, അവനെ കൊണ്ടുനടക്കുക, ഇതായിരിക്കും. ഇതെല്ലാം ചെയ്താലും എനിക്കൊരു നാണക്കേട്. കാരണം ഞാൻ എന്റെ വീട്ടിലാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ ഞാനല്ലാതെ ആരും ഒന്നും ചെയ്യാനാണ്. ഇപ്പൊ കുറെ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ കുറെ കമന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ അച്ചി വീട്ടിൽ നിന്നാ എന്താ പ്രശ്നം? ഇതൊക്കെ അല്ല, ഇതൊക്കെ ആണുങ്ങള് ഈ പഴയ ആൾക്കാർ കേട്ടിട്ട് അത് ഫീൽ ചെയ്ത് അത് ഇങ്ങനെ ചെയിനായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോഴും ചില ആണുങ്ങൾ ഇവൻ എന്താണ് ഇവൻ പറയുന്നത്, വീട്ടിൽ നിന്നാ എന്താ പ്രശ്നം? അപ്പോൾ ഒരു പെണ്ണ് ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളെ വീട്ടിൽ നിൽക്കുന്നതിന് പ്രശ്നമില്ല. അയാളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെറ്റർ. ആ പെൺകൊച്ചിന് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറണമെന്ന് വിചാരിച്ചിട്ട് ആ കൊച്ച് ആ ഭർത്താവിനെയും കൊണ്ട് എന്താ വേറെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അവളുടെ തലയണമെന്ന് അവള് കറക്കി എടുത്താണ് അവനെ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്. ഒരു ഇൻഡിപെൻഡന്റ് ഫ്രീഡം എല്ലാവർക്കും വേണമെന്നുള്ള ഒരു തോട്ട് ഒരു പഴയ ജനറേഷൻ ഇല്ല. ഇപ്പോഴത്തെ ജനറേഷനും കുറെ പേർക്കില്ല.
അത് ശരിയായി. കമന്റ് എല്ലാ ഇടുന്നത് കുറെ കാലഘട്ടത്തിലും പേര് കുറച്ച് പേരുണ്ട് ഇങ്ങനെ. കുറെ യങ്ങായിട്ടുള്ള ആൾക്കാരെ കമന്റ് ഇടുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ പ്രശ്നമില്ല. മനസ്സിലാക്കിയിരുന്നല്ലോ. ഇത്ര പ്രോഗ്രസീവ് ആയ ഒരു ഭർത്താവാണ് ജീവിതത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലേ കല്യാണം കഴിച്ചത്. ഇത്ര പ്രോഗ്രസീവ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ആരുവിന്റെ കാര്യം നോക്കാൻ അമ്മയുണ്ട്, വീട്ടിൽ അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ രണ്ടുപേരോടും മാത്രമായിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിന്റെ കാര്യങ്ങൾ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ തന്നെ നോക്കേണ്ട ഒരവസ്ഥ വന്നില്ലേ? അത് എങ്ങനെയാ ബാലൻസ് ചെയ്യുന്നത്? റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ എനിക്കില്ല, എന്നെ നിഘണ്ടുവിലില്ല. രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഓരോരോ പണികളായിട്ട് അവൻ ഉറങ്ങുന്ന നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കൂല. ആ നേരത്തെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ തുണി അലക്കുന്നതും ബാക്കി പരിപാടികളൊക്കെ. പിന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇനി ഇതാണ് ലൈഫ് എന്നുള്ളത് ഓർക്കുമ്പോ അതങ്ങ് ബാലൻസ് ആവും എന്നുള്ളതാണ്. അല്ലാതെ കുറച്ച് നാൾ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് എല്ലാരും പറഞ്ഞു. കുറച്ചധികം നാൾ പിന്നെ ശീലമാവും. കുറച്ച് നാൾക്ക് പ്രശ്നമായിട്ടുണ്ടാവും, പിന്നെ ശീലമാവും. നമ്മളിവിടെ മാറിയതിനു ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് ദേഷ്യം വരും. ഇവന്റെ ഓരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ, നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇവനിതില്ല. അവൻ കുഞ്ഞാ, അവനതില്ല. അപ്പോൾ ഇന്ന് തന്നെ ഇവളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുമ്പം തൈരുണ്ടായിരുന്നു ഫുഡിൽ. അപ്പോൾ ഇവൻ തൈരിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ ആ ടേബിൾ മുഴുവനാക്കി. അപ്പൊ ഇവൾ കഴിച്ചപ്പോ ഇങ്ങനെ ഫുള്ള് നിങ്ങളുടെ ഭാഗ്യം ടേബിളിൽ മാത്രമല്ല, ഞങ്ങള് മതിലൊക്കെ അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ ഇവളിങ്ങനെ ആക്കിയിട്ട് ഇവള് പിന്നെ കഴിച്ചു. അവ എന്തോ ചെയ്യട്ടെന്ന് ഇതാണിപ്പോ നമ്മുടെ ഇത്. എന്തായാലും തുടങ്ങണം, ഞാൻ അപ്പം വരട്ടെ എന്നുള്ള മൈൻഡായി. ക്ഷമ പഠിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു സംഭവമാണ് ക്ഷമ. സത്യം. നമുക്ക് എന്ത് പറയാൻ, നമുക്ക് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. അറിയില്ല. ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് കരയുമ്പോ പെട്ടെന്ന് നമുക്ക് സങ്കടം വരും. ഇപ്പൊ 2-3 ദിവസത്തെ അവന്റെ പരിപാടി എന്ന് വെച്ചാൽ തല കൊണ്ട് ചിരിക്കുകയാണുള്ളതാണ്. ഈ പല്ല് വരുമ്പോഴേ അവർക്ക് ഈ മോണയിൽ എന്തോ ഒരു തട്ടൊക്കെ കിട്ടുന്നത് ഒരു സുഖം അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ തലയൊക്കെ കൊണ്ട് ഇവൻ തന്നെ കൊണ്ടുവച്ച് ഇങ്ങനെ ഇടിക്കും. അപ്പൊ ഇവക്ക് മറ്റേ അത് കൊട്ടുന്ന എന്താടി അതിന്റെ പേര്, നീ ഇരുന്നിട്ട് കൊട്ടുന്ന എനിക്ക് ഇതുണ്ട്. അല്ല ഡ്രംസ് പോലെ തന്നെ ക്ലാപ്പ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം. അത് എന്റെ മേലെ ഇരുന്നിട്ട് നമ്മള് കൊട്ടും. അല്ല ഇവള് ഡ്രംസ് വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊട്ടറിയാം നന്നായിട്ട്. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഉണ്ട്. ആ ലിവർ പിടിച്ച് വലിച്ചിട്ട് ഇതൊന്ന് കയറി തലക്കടിച്ചു. 3 വട്ടം 2 വട്ടം കണ്ട ആ സെയിം സാധനം അവൻ ചെയ്തു. എന്നിട്ട് അവൻ പഠിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പേടിച്ചിട്ട് ഇവനെ ഈ മാറ്റ് ഒന്നും തറയിടാൻ പറ്റില്ല. ഇവൻ മാറ്റിൽ പോയി കടിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റെല്ലാം ചുരുട്ടി ഞാൻ സ്റ്റെപ്പിലിട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മാറ്റ് നമ്മള് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും 2 എണ്ണം കിട്ടിയാലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി ഇന്നലെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു 10-12 സ്റ്റെപ്പ് ഉണ്ട്. ഇത് മുഴുവൻ അവൻ കയറി. പരിപാടി നോക്കണമല്ലോ, തിരിഞ്ഞു നോക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ. ഇവൻ നമ്മളെന്നും ശ്രദ്ധിക്കുന്നു. ഇവൻ പതിയെ കയറി അങ്ങ് അറ്റത്ത്. അപ്പൊ ഞാൻ താഴെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് എന്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും കയറി. പകുതിയായപ്പോ ഞാൻ കൂടെ പോകും. പകുതിയായപ്പോ ക്ഷീണിച്ച് ഇന്നത്തേക്ക് ഇത് മതി. നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നല്ലോ, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുഞ്ഞിനെ നോക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ എന്തുകൊണ്ടായിരുന്നു മറ്റൊരു വീട്ടിലേക്ക് മാറാമെന്ന് തീരുമാനിച്ചത്? നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴേ മാറി താമസിക്കുന്നതാണ്. പക്ഷെ മോറോർലെസ് ഗ്രീഷ്മയുടെ വീടിന് അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ദൂരമായിരുന്നു. ഇപ്പോഴാണ് അടുത്ത് വന്നത്. ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തപ്പോ എന്റെ വീടിന്റെ അടുത്ത് വരണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാല്. മുമ്പ് പത്തരിപ്പാലത്തായിരുന്നു. ഞാൻ അവിടെ ഒരു 3-4 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടാ. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അവളെ അവിടെ കൊണ്ടുപോയി. എനിക്ക് അവിടെ അധികം നിൽക്കേണ്ടി വന്നില്ല. 4 മാസം കല്യാണം കഴിഞ്ഞ് 4 മാസമായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നു. ഇവൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അങ്ങനെ അധികം നിന്നിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെയാണ് നിന്നേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വലിയ സ്പേസ് വേണം തോന്നി. ഇവന് ഓടി കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ്. ആ വീട് ചെറിയ വീടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അവിടെ പറ്റുള്ളൂ. കൊച്ചിനെ വെച്ചിട്ട് അവിടെ പാടാണ്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. മാറി കഴിഞ്ഞ് ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഫ്രീഡവും കുറച്ചുകൂടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് ഫ്രീഡം അനുഭവിക്കാനുള്ള സമയം കിട്ടാറില്ല. ഇല്ല, നമ്മൾ ഇവിടെ അത് എനിക്ക് ഭയങ്കര
മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഈ സ്ഥലം. എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ജെല്ലായിരുന്നു എറണാകുളമായിട്ട്. ഇപ്പോ നോർത്ത് പറവൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 9 മണിയാകുമ്പോൾ ഫുൾ ക്ലോസ് ആണ്. അങ്ങനെ ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ മുഴുവൻ. ഒരു 9-10 മണിയായി കഴിഞ്ഞാൽ മുഴുവനാണ്. ഇവിടെ ആണെങ്കിൽ എന്താ എപ്പോഴും ചായ കുടിക്കാനോ എന്തിനും പോവാം. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കുറച്ച് സമയം. പക്ഷെ ഇപ്പൊ ഒരു സെറ്റായി രാവിലെ എണീക്കുമ്പോൾ എന്ത് എനർജിയാന്നറിയാം. ഇതൊക്കെ പറയണമെന്ന് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചു. അല്ല രാവിലെ എണീക്കുമ്പോഴേ എന്ത് എനർജിയാന്നറിയാം. നിങ്ങൾ എങ്ങനെയായിരുന്നു കുഞ്ഞിനെ കൊണ്ട്, അതും ഇത്രയും ചെറിയ ആളെയും കൊണ്ട് ഒരു ഫോറിൻ ട്രിപ്പ് പോയത്? അത് ഒരു ഞങ്ങൾ എടുത്തൊരു റിസ്ക് ആണ്. അത് വലിയ പിന്നോടാ ഇവൻ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? ആ സമയത്തൊക്കെ ഇത്തിരി സീനായിരുന്നു. ഞങ്ങളിങ്ങനെ പസിഫയർ ഫോർമുല എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ബാഗ് നിറച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ആ ട്രിപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ എന്നോട് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മറ്റൊരു രാജ്യത്തെ ഒരു മുറിയിൽ പോയി കൊച്ചിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ട്രിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വേറെ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരും എടുത്തോണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആരുടെ കയ്യിലും പോകും. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. ആ ട്രിപ്പ് അത്യാവശ്യം എൻജോയ് ചെയ്ത ട്രിപ്പാണ്. ഇനി ഉടനെ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യമായിട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ്. ആ ടൈമിൽ പോവാമെങ്കിൽ എനിക്ക് എന്തായാലും പോവാം. നമ്മള് സത്യം പറഞ്ഞ ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തത് അത് ഒരു ചതിവ് പറ്റി നമുക്ക്. എന്ത് പറ്റി? അതല്ല, നമ്മളൊരു പാർട്ണർ കൊളാബ് പോലെ ഒരു സംഭവം അവരുമായിട്ട് ഒരു 1 year എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ മുമ്പ്. അപ്പൊ 1 വർഷത്തേക്ക് അവരുടെ കൂടെ മാത്രം ട്രിപ്പ് എന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ നമുക്ക് കുറെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ ഏജൻസിന്നൊക്കെ. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു ഇപ്പൊ നമുക്ക് പറ്റില്ല, ഈ ഒരു 1 year പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും പോയി ഇതും പോയി റെഡിയായി വരുമായിരുന്നു. അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. നമുക്കൊരു എനിക്ക് തോന്നുന്നു 8ഓളം ട്രിപ്പ് നമ്മളങ്ങനെ ക്യാൻസൽ ചെയ്തു. അജയ് എപ്പോഴെങ്കിലും ഒരു ഇതെന്താകും, കണ്ടന്റ് ക്രിയേഷൻ ആണ് ലൈഫ്, കരിയർ, ഇതിന്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിലൂടെ പോയിട്ടുണ്ടോ? എനിക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഇവ വന്നേ പിന്നെ എനിക്ക് പറ്റാറില്ലെന്ന് വെച്ചാൽ എനിക്കറിയാം ഞാനിപ്പോ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാല് അത്ര ഒരു പഴയ ഒരു ക്വാളിറ്റി ഉണ്ടോന്ന് വെച്ചാല് ഇല്ല. അത് എനിക്ക് പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ച് ഡൗൺ ആണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ആ പേടി ഉണ്ട്, എങ്ങാനും എനിക്കിത് സ്റ്റോപ്പായി പോവോ. കാരണം ചെയ്യാനും സമയം കിട്ടുന്നില്ല, പല കാര്യം ഭയങ്കര ബിസിയാണ്. ഇപ്പോഴാണ് എനിക്ക് ആ പേടി ഉള്ളിലോട്ട് വന്നോണ്ടിരുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇത് സ്റ്റോപ്പായി പോയാൽ എന്ത് ചോദിച്ചില്ല, പേടിയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആലോചിക്കില്ലേ ഒരു പ്ലാൻ ബി എന്താണെന്ന്? എപ്പോഴെങ്കിലും ഒരു പ്ലാൻ ബി നിങ്ങൾ ആരെങ്കിലും ഉണ്ട്? പ്ലാൻ ബി ഉണ്ട്. അത് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ബുട്ടീക്ക് എന്ന് പറയുന്നത് ബുട്ടീക്കല്ല, ഞങ്ങളിത് കേട്ട് പക്ഷേ ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആയിരിക്കും. ആണോ? ഈ കുഞ്ഞിന്റെ ക്ലോത്താണോ? കുഞ്ഞന്റെയും ഉണ്ടാവും. ആരോട്ടിലേക്ക് താഴെ വന്നിടും. അത് തന്നെ. വീണ ആന്റിയുടെ അടുത്ത് പോകുന്നോ? വാ മോനെ, നമുക്ക് ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് ചോദ്യം ചോദിക്കാം. ഓ അവിടെ ഒരു കുഞ്ഞാവുണ്ട്, നീ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ മുടി വെട്ടാനൊക്കെ ഉണ്ടായ ഒരു പ്രചോദനം എവിടെ നിന്നായിരുന്നു? പ്രചോദനമല്ല സംഭവം. നമുക്ക് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ എടുത്തിട്ട് അടിപൊളി ലുക്കിലൊക്കെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അവൻ ചരിഞ്ഞളഞ്ഞു ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ. ഏറ്റവും അധികം ഗ്രീഷ്മയെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗ്രീഷ്മനെ കുറെ ആൾക്കാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്നേഹിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്രീഷ്മയുടെ ആ ഒരു ഡെലിവറിയുടെ ആ ഒരു റീല് കണ്ടിട്ടാണ്. ആ വ്ളോഗിനേക്കാൾ കൂടുതൽ ആ റീല് കണ്ടിട്ടായിരിക്കും. ആ സമയത്തും അതിനടിയിലും ആളുകൾ പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ എഴുതിയിടുന്നത് കണ്ടു. എപ്പോഴെങ്കിലും അത് ആ സമയത്തെ ഗ്രീഷ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചു? ആ സമയത്ത് സത്യം പറഞ്ഞാലേ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ മദർഹുഡ് പിന്നെ ആദ്യത്തെ ഒരു 2 മാസം എന്നൊക്കെ പറയുന്നത് എങ്ങനെ എല്ലാം നമുക്ക് ഡിസ്കംഫോർട്ട് ആയിരിക്കും. എന്തിനോടും ദേഷ്യം, എല്ലാത്തിനോടും ദേഷ്യം. ആ സമയത്താണ് ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ ആ സമയത്തൊക്കെ എനിക്ക്
വിഷമം വരും. കാരണം നമ്മുടെ നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതേ. എന്ത് പറഞ്ഞാലും പിന്നെ നീ എന്തിനാ പ്രസവിച്ചത്, ഇവിടെ ആര് പറഞ്ഞു പ്രസവിക്കാൻ, നീ നമ്മുടെ അമ്മമാരും പ്രസവിച്ചിട്ടുണ്ട്, അവരൊന്നും ഇതുപോലെ അത് കുറെ പഴയ ആൾക്കാർ സിമ്പിൾ ആക്കി കളഞ്ഞു. ഒരാൾ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്ന കേട്ടില്ലായിരുന്നു, പണ്ടത്തെ അമ്മമാരങ്ങനെ ഇങ്ങനെ. അതുപോലെ വളരെ സിമ്പിളായിട്ട് അങ്ങ് കണ്ട പണ്ടത്തെ അമ്മമാര് 10ഉം 12ഒക്കെ പ്രസവം, അത് അവരോട് ചോദിച്ചിട്ടായിരിക്കും, എനിക്കറിയില്ല, അവരുടെ ഇഷ്ടത്തിനായിരിക്കും, എനിക്ക് തോന്നുന്നില്ല അവസ്ഥയായിരുന്നായിരിക്കാം അത്, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരിക്കാം. അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് വളരെ മോശമാണ്. നമ്മൾ ഇപ്പൊ പണ്ടത്തെ അമ്മമാരെക്കാളും നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കും അതേ കരിയർ ഗോൾസ് ഉള്ളവരാണ്. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിനെ പോലെ തന്നെ നമുക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കരിയർ ഗോൾസും എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ലൈഫിൽ ആഗ്രഹമുള്ളവരാണ് നമ്മൾ. അതൊരു പോയിന്റിൽ പോസായി പോകുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാണിക്കുമ്പോ എന്താണ്, പിന്നെ നീ എന്തിനാണ് പ്രസവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് വരുന്ന ഒരു വിഷമം അവസ്ഥയാണ്. ഈ ആദ്യത്തെ 2 മാസം ഭാര്യ ഉണ്ടാക്കിയ ടാൻഡ്രംസ് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അതോ ഭാര്യ വളരെ കംഫർട്ടബിൾ ആയിരുന്നു? ഒരിക്കലുമല്ല, കംഫർട്ടൊന്നും അല്ലായിരുന്നു, നമുക്ക് ദേഷ്യമായിരുന്നു എന്തിനോടും എല്ലാത്തിനോടും. എനിക്കിതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ മറ്റേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ മെയിൻ ആയിട്ട് ഇവർക്കൊരു ചേഞ്ച് വന്നു, അവരുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വന്നു. ഈ ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതായത് ഡെലിവറിക്ക് ശേഷമുള്ള സംഭവം പറഞ്ഞത്. അപ്പൊ അതുവരെ ദേഷ്യപ്പെടാത്ത പല കാര്യങ്ങളും, ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ കാണിക്കും, ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കും, ഇക്ലിയാക്കുന്ന പോലെ. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബ്ലാസ്റ്റ് ആവും. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറെ നമ്മളെ ഇടയിലുള്ള മൊമെന്റ്സ് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞാലും വഴക്ക്, എന്ത് പറഞ്ഞാലും ദേഷ്യം. ഞാനിപ്പോ പെർഫ്യൂം അടിച്ചിട്ട് ചെല്ലുമെന്ന് വെച്ചോ, ദേഷ്യം. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുന്ന വരെ ഈ പെർഫ്യൂമിന്റെ സ്മെല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ പ്രസവിച്ചല്ലോ ഇങ്ങനെ ഈ പെർഫ്യൂം അടിക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചിട്ട് തന്നു. അതിന് ദേഷ്യം, കൊച്ചിന് പെർഫ്യൂമിന്റെ സ്മെല്ല് പറ്റില്ല മനുഷ്യൻ, എവളെന്തിനും ദേഷ്യം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിനും ദേഷ്യം. അത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പാടായിരുന്നു. സ്വയം എങ്ങനെയായിരുന്നു ഇതിനെ ഹീൽ ചെയ്തോണ്ടിരുന്നത്? ഞാൻ പറയുന്നൊക്കെ കേട്ട് കേട്ട് നിക്കുക, അതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. പിന്നെ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് നൈറ്റ് ഉറങ്ങുന്നില്ല, അവർക്ക് ടെൻഷൻ. ആ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്ന ടൈമിൽ നിപ്പിളിന്റെ അവിടെ ക്രാക്കൊക്കെ വന്നിട്ട് അങ്ങനത്തെ കുറെ പ്രശ്നം, പെയിന്. പിന്നെ ആ ടൈമിൽ ഡെലിവറി കഴിഞ്ഞ സമയത്തുള്ള ആ സ്റ്റിച്ചും കാര്യങ്ങളും, അതിന്റെ പെയിൻ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവള് സഹിക്കുന്ന കൊച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനും അതിനൊരു കാരണമാണ്. അപ്പൊ ഒതുങ്ങി പോവുക, വലിയ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ കേട്ടോണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് ഒരു അപ്പുറത്തെ വീട്ടിലെ അമ്മായി ആവട്ടെ, എന്നോട് സത്യമായിട്ട് ഞാൻ എന്റെ ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച വീട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇങ്ങനെ പലരും കാണാൻ വരുമല്ലോ. കാണാൻ വന്നപ്പോഴത്തേക്ക് എന്നോട് ഒരു ആന്റി വന്നിട്ട് പറഞ്ഞ്, ഇനി നമുക്ക് 2ാമത്തെ കൊച്ചിനെ കുറിച്ച് ആലോചിക്കണ്ടേ, ആദ്യത്തെ ആളെ തന്നെ ആക്കാൻ പാടില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ തള്ളേ എന്തിന്റെ പ്രശ്നമാണ്, ഞാനിങ്ങനെ മനസ്സിൽ പലതവണ പറഞ്ഞെങ്കിലും അത് പുറത്തേക്ക് വന്നില്ല. കാരണം എനിക്ക് അവരുമായിട്ടുള്ള ബന്ധമൊന്നും കളയണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞല്ലോ, എന്നെ പേടിച്ചിട്ടാണോ? അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇവർക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫോർമുല കൊടുക്കുന്നതിന് ഞാൻ കേട്ടിട്ടുള്ളത് ഫോർമുലൊക്കെയാണ്. ഫോർമുല കൊടുത്താൽ കൊച്ചിനെന്തോ ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിക്കാണ് ഞാൻ കൂടുതൽ എന്റെ അവസ്ഥ. ഇപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന അമ്മമാര് 99% ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യുള്ളൂ. ഫോർമുല കൊടുക്കുന്നെങ്കിൽ അത് എന്തെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. ആക്ച്വലി എന്തുകൊണ്ടായിരുന്നു ഫോർമുല കൊടുക്കാൻ തീരുമാനിച്ചത്? എനിക്ക് നിപ്പിൾ ക്രാക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞ അന്നത്തെ ദിവസം രാത്രി ഇവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് എനിക്ക് പറ്റാണ്ട് ഞാനിരുന്ന് കരഞ്ഞത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതായത് ഒരു വട്ടം ഫീഡ് ചെയ്ത് ആ ഫീഡിങ് അങ്ങനെ ലാച്ചിങ് പ്രോപ്പർ അല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് പറഞ്ഞിട്ടാണ് ആ സമയത്ത് ഹോസ്പിറ്റലിലെ ലാക്ടേഷൻ കൺസൾട്ടന്റ് ആരും ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരി ലീവായിരുന്നു. പുള്ളിക്കാരി വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് എൻ്റെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നേന്നായി പോയി, ഇനിയിപ്പോൾ എന്തിനാ വന്നത്.
അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര വേദന, ഞാൻ കരയായിരുന്നു. അങ്ങനെയാണ് ഫോർമുല ഞാൻ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ ഈ വേദന ഞാൻ കിടന്ന് കരയുന്ന കണ്ടിട്ടും എന്തിനു ഫോർമുല കൊടുത്തു എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ അത്രയും വേദന എടുത്ത് കരയുന്നത് വേറെ ആരും എൻ്റെ അമ്മ കേട്ടോ. എൻ്റെ അമ്മ അല്ലല്ല അത് പറഞ്ഞിപ്പോ എന്താ അതാ വെച്ച് കഴിഞ്ഞാൽ അവര് കണ്ടെന്ന് വെച്ചാൽ ഫീഡ് ചെയ്താണല്ലോ അവര് ഇപ്പൊ എന്നെ വളർത്തിയിട്ടുള്ളൂ ഫീഡ് ചെയ്തതാണ്. അന്നൊന്നും ഫോർമുല എന്ന് പറഞ്ഞ സംഭവം അവർ അറിയത്തില്ലായിരിക്കും. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നീയും നിന്റെ അനിയനും വളർന്നത് ഇങ്ങനെ കുപ്പിയൊന്നും കണ്ടിട്ട് പോലും ഇല്ല അവരൊന്നും. അപ്പൊ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്. പക്ഷെ അമ്മ അവരോട് അങ്ങനെയല്ല പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ടല്ല, ചെറുക്കാ ഫോർമുല കൊടുത്തു. എന്റെ അടുത്ത് പറയില്ല, എന്റെ അടുത്ത് പറഞ്ഞത് ചെറുക്കാ അത് ആ പാല് കൊടുത്തുകൂടാ, ഇപ്പം പിള്ളേർക്ക് ഫസ്റ്റ് വരുന്ന പാല് കൊടുക്കണം, എങ്കിലും ആരോഗ്യം ഉണ്ടാവുള്ളൂ, ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. കൊച്ചു 2 ദിവസം കഴിയുമ്പോൾ ഗുസ്തിക്ക് പോവാണല്ലോ ഇത്ര ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞിട്ട് അത് കൊടുത്തോളാൻ പറഞ്ഞു. ആ അവന് വലിയ പ്രശ്നം. അവന് ആകെ എനിക്ക് തോന്നുന്നു ഒരു വട്ടം മാത്രമേ അല്ലാതെ പനി വന്നിട്ടുള്ളൂ ഇതുവരെ. വാക്സിനേഷൻ അല്ലാതെ ഒരു പനി വന്നിട്ടുള്ളൂ. അയ്യോ ആ പനി നമ്മൾ അത്യാവശ്യം ഭയങ്കര പനിയായിരുന്നു. അന്ന് രാത്രി ഭയങ്കരമായിട്ട് പനിച്ചിട്ട് ഞാൻ കരയൊക്കെ ചെയ്തു. എനിക്കത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയില്ല. വൈറൽ ഫീവർ ആയിരുന്നു. അത് എത്ര 101 എന്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവനും ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു, അക്കിയുടെ വീട്ടിലായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി. എന്നിട്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞു എന്താ 101 മേളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫിക്സ് വരും. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു. നമ്മൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. എപ്പോഴെങ്കിലും ഗ്രീഷ്മ ഒരു സിനിമയിൽ അഭിനയിച്ചാലൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മോഹങ്ങൾ ഒരു കാലത്ത് എനിക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്ന തന്നെ ഇതൊരു ലോട്ടറി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു സ്വഭാവത്തിനൊക്കെ ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നൊക്കെ ഒരു ഇതിലോട്ടൊക്കെ ഞാൻ എത്തും എന്നുള്ളത്. ഞാൻ ഭയങ്കര അധികം ആളുകളോട് സംസാരിക്കാതൊക്കെ ഒരു ടൈപ്പാണ്, വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഞാനിങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചുമ്മാ വീഡിയോസ് ചെയ്ത് തുടങ്ങി. അത് എൻ്റെ ഒരു കരിയറായിട്ട് ഞാൻ കൊണ്ടുപോയി. അതുവഴി എനിക്കൊരു ഫെയിം കിട്ടി. അങ്ങനെ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ, അതായത് ഇപ്പൊ അത്യാവശ്യം ആളുകൾ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ഫേസ് ആയി ഞാൻ. അത് തന്നെ എനിക്ക് വലിയ ലോട്ടറിയാണ്. ഞാൻ ഫിലിം മോഹിച്ചിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്, എനിക്ക് അങ്ങനെ ആഗ്രഹം. എന്തായാലും ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ച് മാറ്റപ്പെട്ടപ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എറണാകുളം ഭയങ്കര ഇഷ്ടമാണ്. ശരി. എനിക്ക് ഫ്രണ്ട്സ് അധികമല്ല, എനിക്ക് വളരെ ഒരു ഇത്ര ഇതിൽ എണ്ണാൻ പറ്റുന്ന ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളൂ. ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ ഞാൻ എങ്ങനെ കീപ്പ് ചെയ്യുന്നു. കാരണം ഒരുപാട് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയി കഴിഞ്ഞ് ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത്. ഇതൊരു പുസ്തകം എഴുതാനുള്ളതുണ്ടല്ലോ. ഉണ്ട്. അക്കിയുടെ പല തിരക്കഥകളും സ്വന്തം ജീവിതത്തിൽ നിന്ന് കഥകളാണത്രേ. ഈ ചിരിയില്ലേ, ഈ ചിരി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. ഗ്രീഷ്മയുടെ ഭയങ്കര ഐഡന്റിറ്റിയാണ് ഈ ചിരി എന്ന്. മറ്റേ ബേസിലിന്റെ ചിരിയുടെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അക്കി പറഞ്ഞിട്ടില്ല, പക്ഷെ വീഡിയോസിൽ കമന്റ്സ് തരാറുണ്ട്. ബേസിൽ അത് ഈ അടുത്ത് ബേസിലിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ വൈറലായല്ലോ. അപ്പൊ എന്റെ വീഡിയോ ചിരി എത്ര പോരാ. വീഡിയോയില് എന്റെ വീഡിയോയിൽ ഇടയ്ക്ക് കമന്റ്സ് തരാറുണ്ട്. ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തല്ലോ കേട്ടോ, എനിക്ക് നാച്ചുറലായിട്ട്. ഭാര്യയെ പുകഴ്ത്താൻ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ ഭാര്യയെ കുറിച്ച് ഏറ്റവും നന്നായി പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇവള് വന്നിട്ട് എന്റെ ലൈഫിൽ കുറെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇവള് വന്നതിന് ശേഷമായിരിക്കും എനിക്ക് ഈ മെയിൽ ഈഗോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നൊരു ടൈമില് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ വിവരമില്ലായ്മയായിരുന്നു. ഇവള് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച്, കാരണം ഒന്ന് ഇവള് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാള്. അപ്പോൾ എനിക്കും പണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമന്റ് ഇട്ടേക്കാം ഇങ്ങനത്തെ തോട്ട് ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഞാനത് എനിക്ക് അതിപ്പോ ഇല്ല. ഇവളെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു തന്നു, എന്നെ കുറേ മാറ്റിയെടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരു ഉത്തമ മനുഷ്യനാവാം, ഒരു ഉത്തമ ഭർത്താവ്. വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ കുറേ ലൈഫിൽ കുറെ ചേഞ്ച് വന്നു. നിങ്ങൾ തമ്മിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ലേ? ഭയങ്കര സീരിയസ് ആയിട്ടൊന്നുമില്ല, അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും എന്തായിരുന്നു ഒരു കാര്യം എന്തായിരുന്നു അങ്ങനെ മാറി എന്ന് സ്വയം തോന്നിയിട്ടുള്ള ഒരു കാര്യം? എല്ലാവരും ഒരേപോലെ കാണാൻ തുടങ്ങി.
അപ്പൊ നേരത്തെ അങ്ങനെ അല്ലായിരുന്നോ? അല്ലായിരുന്നു. എന്ന് വെച്ചാ എന്താ? എനിക്ക് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എനിക്ക് അങ്ങനത്തെ കുറച്ച് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. പക്ഷെ നമ്മള് ഒരു ഇതിട്ടിട്ട് വേണം പറയാൻ. അതാണ് ഒരു മിമിക്രി കാണിക്കരുതെന്ന് പറഞ്ഞാൽ. അല്ല, എനിക്ക് കുറെ തെറ്റായിട്ടുള്ള ഓഗസ്റ്റ് 2-ാം തീയതി എവിടെയായിരുന്നു? തെറ്റായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ സംസാരിക്കുന്ന രീതി, ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഒരു മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഒരു കുട്ടി അങ്ങനെയാണ്, അതെല്ലാം ശരിയല്ല, കുത്തിയിട്ടൊരു കുട്ടി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തോട്ട് പ്രോസസ് ആ ടൈമിലുണ്ടായിരുന്നു. മേ ബി ഞാൻ ചിലപ്പോ ഒരു നാട്ടുപുറത്ത് നിന്നുണ്ടാവാം, എന്റെ കൂട്ടുകാരങ്ങനെ ആയതുകൊണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം ഞാൻ മാറ്റി. അതെങ്ങനെയാ ഗ്രീഷ്മ ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തത്? അല്ല, ഇവള് പറഞ്ഞുതരാം അത്, കാരണം അത് യൂസ്ഡായി. ഞാൻ ഇവളുടെ കൂടെ നടന്നപ്പോൾ ഇവളും ഇപ്പം എന്താ സോഷ്യൽ മീഡിയ നടക്കുന്ന, ഞാൻ സോഷ്യൽ മീഡിയ പോലെ ആക്റ്റീവ് അല്ലായിരുന്നു പണ്ട്. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിൽ ഭയങ്കര ഫേസ്ബുക്ക് അടിമയായിരുന്നു ടൈമില്. ഫേസ്ബുക്ക് തൊഴിലാളിയായിരുന്നല്ലേ? ഒരു FFCയിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ്. അപ്പൊ ഊഹിക്കാലോ. അപ്പോ ആ ടൈമില് അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാം ഞാൻ വെറുതെ എടുത്തിട്ടിരിക്കുക, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷമൊക്കെയാണ് ഇങ്ങനെ പതിയെ പതിയെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇപ്പം നമ്മളെ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരുടെ ലൈഫ് നടക്കുന്നത് ഇങ്ങനെ എനിക്ക് ടീച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ ടീച്ച്. അപ്പൊ ഞാൻ അങ്ങനെ 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 ഞാൻ പഠിച്ചാണ്. ഞാൻ പെർഫെക്റ്റ് അല്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഞാൻ പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാം ഈ ഒരു കാര്യങ്ങളിലെല്ലാം. മനസ്സിലായി. ഇത് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയോ? ഒരു പാട്ട് അങ്ങനെയൊന്നുമില്ല. അതിങ്ങനെ പല പല കാര്യങ്ങൾ, അത് നമ്മൾ മ്യൂച്വലായിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴേ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറയാം, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. ചിലത് ആക്കിക്ക് മനസ്സിലാവും, മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞിരുത്തി മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കും. ഇപ്പൊ പല പല അഭിപ്രായങ്ങളും കാണും. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, എനിക്ക് ഞാനൊരു UDF, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അതൊക്കെ നേരെ തിരിച്ചു. അപ്പൊ പല പല ഇഷ്ടങ്ങളും കാണുമല്ലോ. അപ്പൊ ഒരു വാറ് തന്നെ നടക്കും ചില സമയത്ത്. ഞാനായിട്ട് വാറിന് പോവാറില്ല. അമ്മയായിട്ട് കേട്ടോ ചിലപ്പോ. ഈ ഇലക്ഷൻ വാറൊക്കെ അമ്മയായിട്ടാണ് കൂടുതൽ നടത്താറ്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങളില്ല. ഇനി താരൂട്ടന്റെ കാര്യത്തിലേക്ക് വരട്ടെ. താരൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അച്ഛനോട് ചോദിക്കട്ടെ, താരൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? പഴം. സത്യമാണോ ഗ്രീഷ്മേ? പഴം ഇഷ്ടമാണ്, മാങ്ങ ഇഷ്ടമാണ്, അവനെല്ലാം കഴിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാതിരിക്കില്ല. ഇപ്പൊ അവൻ ഇഷ്ടപ്പെടാത്തൊരു ഫുഡ് ആണെങ്കിൽ അവൻ മുഖം വളിച്ചു പിടിച്ചിട്ടാണെങ്കിൽ അത് കേട്ടോ. അത് എങ്ങനെയാണ് അവൻ ആയെന്ന് എനിക്കറിയില്ല. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കൊടുത്ത കഴിക്കും. അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കില്ല എന്നുള്ളൂ. അവന്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഏതാണ്? അടുക്കള. പുതിയ വീട്ടിലാണെങ്കിൽ അടുക്കള. അവനിങ്ങനെ ചപ്പാത്തി പലക, ഫ്രിഡ്ജ്, പിന്നെ ഒരു ഗ്യാസ് കുറ്റി ഉണ്ട്, അതിൽ പോയി നക്കാ പരിപാടി. ഇപ്പോഴത്തെ ഒരു 2 ദിവസത്തെ ഇങ്ങനെ ഇവർക്ക് ഓരോ ദിവസം അപ്ഡേഷൻ വന്നോണ്ടിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഓരോ ദിവസത്തെ അപ്ഡേഷൻ, പുതിയ അപ്ഡേഷൻ ആണത്. കുട്ടികൾ ഉറങ്ങാൻ നേരത്തെ ഉറങ്ങണമെന്ന് വീട്ടുകാർ പറയുന്നത് എന്റെ റീലിൽ നിങ്ങൾ കണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അത് നടന്നിട്ടുണ്ടോ? അവര് ഉറങ്ങുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം അതല്ലേ. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, കറിക്ക് അരിയുന്നു ഇങ്ങനെ അരിയേണ്ടി വരും, അവരെ താഴെ നിർത്തിയിട്ടേ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഉറങ്ങുന്നതും റിസ്ക് ആണ്. കാരണം ഉറങ്ങി എനിക്കങ്ങ് പോരും കേട്ടീന്നേ. കരുവായിരുന്നു എനിക്ക്, ഞാൻ കണ്ടില്ലേ കരുവായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ ഒളിച്ചു നോക്കി നിൽക്കും ഞാനും അവളും. എണീക്കുമ്പോ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ, അറിഞ്ഞാലേ ബാക്കി ഫർദർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവ ഒന്നും മിണ്ടത്തില്ല, ഇങ്ങനെ വന്നിട്ട് മറ്റേ ബെഡ് റെയിലല്ലേ അത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗമൊന്നുമില്ല, തള്ളി നീക്കാനൊക്കെ അറിയാതെ. ആണോ? നിങ്ങളൊരു ഇപ്പൊ 8 മാസത്തിൽ കൂടുതൽ 9 മാസത്തോളമായി കുഞ്ഞിന് ഒരു ന്യൂ ബോൺ പാരന്റിന് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? ക്ഷമയാണ്. അത് കൂടുതലും അച്ഛന്മാരൊക്കെ കൂടുതൽ അമ്മമാർക്കായിരിക്കും ക്ഷമയുടെ കേസ്. പിന്നെ അമ്മമാരെ സംബന്ധിച്ച് കുറച്ചധികം സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും. സത്യം, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ അച്ഛന് തുല്യ പ്രാധാന്യമുണ്ട്, ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും സത്യം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്റെ ലൈഫ് മാത്രമാണോ ഇങ്ങനെയെന്ന്. അല്ലല്ല, ശരിക്കും സാക്രിഫൈസുകൾ ചെയ്ത് ഞാൻ ശീലിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്തായിരുന്നു? ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് ഇവൻ വന്നു തന്നെയായിരുന്നു. അല്ലേ?
ആ ഒരു സമയം വീണ്ടും ഒന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻ പ്രഗ്നൻസി ആയിരുന്നു? അല്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അടുക്കും ചിട്ടയും ഒക്കെ വന്നില്ലേ? അല്ല, ഞാനും അവളും പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്യണോ അതോ. അത് നമ്മൾ ചൂസ് ചെയ്യാമല്ലോ. നമ്മൾ പ്രിപ്പയർഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു കൊച്ചിന് ജന്മം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. സത്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെ പാരന്റിങ് പഠിച്ചിട്ട് പാരന്റ് ആയ ഒരാളല്ല ഞാൻ, അതല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും സോഫാർ ജേർണി ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഹാപ്പനിങ് ആയിരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ മറ്റേ അപ്പുറത്തെ വീട്ടിലെ അമ്മായി പറഞ്ഞ പോലെ അടുത്തത് അതെ, അയ്യോ അമ്മായി പറഞ്ഞല്ലോ ഉടനെ രണ്ടാമത്തെ ഇല്ല, എനിക്കത് കണക്ട് ആവാൻ കുറച്ച് സമയം ഇല്ല. അയ്യോ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു പെങ്കൊച്ചു വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോ ഞാൻ ത്രയാന്നൊക്കെ പേരൊക്കെ കണ്ടുപിടിച്ച് സെറ്റ് ആയിട്ട് നിന്ന ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ നീ നോക്കിയപ്പോ ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെങ്കൊച്ചു വേണം. ഞാൻ ത്രയാന്നൊക്കെ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ത്രയാണ് ത്രാണാക്കി ഇങ്ങോട്ട് മതി. ഉറപ്പ് ഞാനൊരു ഇവൻ ഒന്ന് വല്ല നഴ്സറിയിലോ അങ്ങനെ എന്തെങ്കിലും ആവാതെ അടുത്തൊരു പരിപാടിയില്ല, ഞാൻ തീരുമാനിച്ചു. സന്തോഷം, അത് കേട്ടതിൽ എനിക്ക് അയ്യോ, എനിക്ക് ആ തോട്ട് ഇപ്പൊ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നി. കാരണം ഇപ്പൊ ഞാനിവിടെ മാത്രമേ ഉള്ളൂ, നോക്കുന്നുണ്ട്, അതിന്റെ പാട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പണ്ടാണെങ്കിൽ പിന്നെ അക്കിയുടെ അച്ഛനമ്മയും ട്രിവാൻഡ്രത്താണ്, അപ്പൊ അവരെ ഇതിന് ഇപ്പൊ കിട്ടത്തില്ല. പിന്നെ ഉള്ളത് എന്റെ അച്ഛനമ്മയാണ്, എപ്പോഴും വെറുപ്പിച്ച അവര് ഞങ്ങൾ വരും. എന്തായാലും അങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്ലാൻ എയും പ്ലാൻ ബിയും ഇനി സംസാരിക്കുമ്പോ പ്ലാൻ സിയും ഒക്കെ ഉണ്ടാവട്ടെ. അതെ, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. ഞങ്ങൾക്ക് സന്തോഷം. ഈ ഓണം യൂറോപ്പിൽ ആഘോഷിച്ചാലോ? ഓഗസ്റ്റ് 20, 23, 24 തീയതികളിലായി ഫ്രാൻസ്, UK, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു ഗംഭീര യൂറോപ്യൻ യാത്ര. യൂറോപ്പ് ഓണം പൊന്നോണം.